ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യാശ്രേണികളെ കുറിച്ച് പഠിച്ചു, അതുപോലെ പദങ്ങളെ കുറിച്ച് പഠിച്ചു, അതുപോലെ ബീജഗണിത രൂപത്തെ കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ആ ശ്രേണികളെ നമ്മളൊന്ന് ഒരിക്കൽ കൂടി വിശകലനം ചെയ്യുകയാണ്. നമുക്കിവിടെ ഒന്നാമത്തെ എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, 1, 2, 3, 4, 5, etc. ഇരട്ട സംഖ്യകളുടെ ശ്രേണി, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, 2, 4, 6, 8, 10, etc. ഇനി ഒറ്റ സംഖ്യകളുടെ ശ്രേണി, സീക്വൻസ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, 1, 3, 5, 7, 9, etc. ഇനി നാലാമത്തെ കണ്ട 4ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി, സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4, 8, 12, 16, 20, etc. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ ശ്രേണി, അതായത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് leaves remainder 1 on division by 3, 2, 5, 8, 11, 14, etc. ഇനി അഭാജ്യ സംഖ്യകളുടെ ശ്രേണി, സീക്വൻസ് ഓഫ് പ്രൈം നമ്പേഴ്സ്, 2, 3, 5, 7, 11, 13, 17, 19 അങ്ങനെ പോകുന്ന ശ്രേണി. ഇനി 2ന്റെ കൃതികളുടെ ശ്രേണി, സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2, 2:1, 2:2, 2:3, 2:4, etc. 2:1 is 2, 2 square is 4, 2:3, 2 into 2 into 2, 8, 2:4, 8 into 2, 16. എണ്ണൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ ശ്രേണി, സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, 1/1, 1/2, 1/3, 1/4, 1/5, etc. ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആ പദങ്ങൾ തമ്മിലുള്ള ആ ഡിഫറൻസ് എന്നുള്ളത് എത്രയാണ്? ഇവിടെ നമുക്കറിയാം വ്യത്യാസം എന്നുള്ളത് 1 ആണ്. 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നമുക്കറിയാം എത്രയാണ്? ഏത് 2 പദങ്ങൾ നോക്കിയാലും വ്യത്യാസം എത്ര വരുന്നു? വ്യത്യാസം 2 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും വ്യത്യാസം എത്രയാണ്? 2 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 4, 8, അപ്പോ ഡിഫറൻസ് 4 ആണ്. ഇവിടെ ഡിഫറൻസ് 4 ആണ്. ഇവിടെ ഡിഫറൻസ് 4 ആണ്. ഇവിടെയും വ്യത്യാസം എന്നുള്ളത് ഡിഫറൻസ് എന്നുള്ളത് എത്ര വരുന്നത്? 4 ആണ്. ഇവിടെ നോക്കാം, ഇവിടെ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, 5 - 2 3, 8 - 5 3, 11 - 8 3. അപ്പൊ അതിന്റെ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോ ഈ 5 ശ്രേണികളെ പരിഗണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 5 സീക്വൻസസ് എന്താണ് നമുക്ക് പറയാം? ഇതിന്റെ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ്. ബാക്കി 3 നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഇവിടെ ഡിഫറൻസ് 3 - 2 1 ആണ്, 5 - 3 2 ആണ്. അപ്പൊ അങ്ങനെ ഡിഫറൻസിൽ വ്യത്യാസമുണ്ട്. ഇവിടെ വരണമെങ്കിലും ആ ഡിഫറൻസ് വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്കറിയാം ഒരേ സംഖ്യ തന്നെയല്ല ആവർത്തിച്ച് വരുന്നത്. പക്ഷെ ഇവിടെയല്ല, നമുക്കറിയാം ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരേ സംഖ്യ തന്നെയാണ് ആവർത്തിച്ച് കിട്ടുന്നത്, അല്ലെ? ഇവിടെ 2 തുടങ്ങി 2 കൂട്ടി, വീണ്ടും 4 2 കൂട്ടി, 6 വീണ്ടും 2 കൂട്ടി. അപ്പോ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി കൂട്ടി കിട്ടുന്ന സീക്വൻസ് ആണ്, ശ്രേണികളാണ്. ഇവിടെ ഈ പറയുന്ന 5 ശ്രേണികളും എന്താണ്? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി കൂട്ടി കിട്ടുന്ന ശ്രേണികളാണ്. അതുകൊണ്ട് ഈ 5 ശ്രേണികളിൽ നമുക്ക് എന്താ പറയാം? സമാന്തര ശ്രേണികൾ എന്ന് പറയാം. അതായത് ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ ആവർത്തിച്ച് കൂട്ടി എഴുതിയിരിക്കുന്ന ശ്രേണികളെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നു. ഇവിടെ നിന്നുള്ള ഈ 5 ശ്രേണികൾ എന്താണ്? സമാന്തര ശ്രേണികളാണ്. ഇവിടെ എന്താണ്? ഇവിടെ ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യയല്ല കൂട്ടി പോകുന്നത്. അതുകൊണ്ട് ഇതെന്തല്ല, ഇതിനൊരു പൊതുവ്യത്യാസമില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇത് എന്ന് പറയാം നമുക്ക് സമാന്തര ശ്രേണിയല്ല. അപ്പോ എ സീക്വൻസ് ഗോട്ട് ബൈ starting with any number and adding a fixed number repeatedly is called an arithmetic sequence. A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. So, ഈ ശ്രേണികൾ എന്തല്ല
നമുക്ക് വേറൊരു ഇതിലും പറയാം. ഏത് പദത്തിൽ നിന്നും തൊട്ടുപുറകിലെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണികളാണ് സമാന്തര ശ്രേണി. ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ടു മുൻപത്തെ പദം കുറച്ചാൽ എന്താണ്, ഏത് പദം എടുത്താലും അത് തൊട്ടു മുമ്പത്തെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണികളെയാണ് നമ്മൾ എന്താ പറയാ, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. അപ്പൊ വേറെ വിധത്തിൽ നമുക്ക് സമാന്തര ശ്രേണികളെ എന്ത് ചെയ്യാം, ഡെഫിനിഷൻ കൊടുക്കാൻ സാധിക്കും. എന്താണ്, ഏത് സംഖ്യയിൽ നിന്നും തൊട്ടുപുറകിലത്തെ സംഖ്യ കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണികളാണ് സമാന്തര ശ്രേണികൾ. An arithmetic sequence is a sequence in which we get the same number on subtracting from any term the term immediately preceding it. സമാന്തര ശ്രേണികളെ നമുക്ക് രണ്ടു വിധത്തിൽ പറയാം. എന്താണ്, ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ ആവർത്തിച്ച് കൂട്ടി എഴുതിയിരിക്കുന്ന ശ്രേണികളെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നു. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഏത് പദത്തിൽ നിന്നും തൊട്ടുപുറകിലെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. An arithmetic sequence is a sequence in which we get the same number on subtracting from any term, the term immediately preceding it. അതുപോലെ ഈ വ്യത്യാസം, അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒരേ സംഖ്യ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ നമ്മൾ എന്ത് പറയും, പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയും. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇതിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇതിലെ കോമൺ ഡിഫറൻസ് 4 ആണ്. ഇതിലെ കോമൺ ഡിഫറൻസ് 3 ആണ്. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ 3 ശ്രേണികളും എന്തല്ല, ഒരു സമാന്തര ശ്രേണി അല്ല. ഇതിനൊരു പൊതുവ്യത്യാസമില്ല. അതുകൊണ്ട് ഈ 3 ശ്രേണികളും ഒരു സമാന്തര ശ്രേണി അല്ല. ഒരു പദത്തിൽ നിന്ന് തൊട്ടുപുറകിലെ പദം കുറച്ച് കിട്ടുന്ന സ്ഥിര വ്യത്യാസത്തെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. The constant difference got by subtracting from any term the just previous term is called the common difference of an arithmetic sequence. 6ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി പരിഗണിച്ചാൽ നമുക്കറിയാം, we consider the sequence of multiples of 6, 6, 12, 18, 24, etc. The difference between 12 and 6, difference between 18 and 12, 6, difference between 24 and 18, it is also 6. ഇവിടെ കിട്ടുന്ന പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. അതുകൊണ്ട് പൊതുവ്യത്യാസം എത്രയായിരിക്കും? It is 6. This common difference is equal to 6. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 5ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ? Is the sequence of multiples of 5 an arithmetic sequence? ശ്രേണി എന്ന് പറയുന്നത് 5, 10, 15, 20, etc. നോക്കുകയാണെങ്കിൽ അടുത്തടുത്ത് പദങ്ങൾ തമ്മിൽ വ്യത്യാസം നോക്കുക. 10 - 5 5 ആണ്. 15 - 10 5 ആണ്. അപ്പൊ ഇവിടെ ഡിഫറൻസ് വരുന്നത് 5 ആണ് അല്ലെ. അപ്പൊ 5ൽ നിന്ന് തുടങ്ങി 5 ആവർത്തിച്ച് കൂട്ടി പോകുന്നതിനാൽ ഇതൊരു എന്താണ്, സമാന്തര ശ്രേണിയാണ്. ഇവിടെ ഒരു പൊതുവ്യത്യാസമുണ്ട് അല്ലെ. പൊതുവ്യത്യാസം ഉള്ളതുകൊണ്ട് എന്താണ്, ഇതൊരു സമാന്തര ശ്രേണി ആണ്. This is an arithmetic sequence starting with 5 and going on 5 repetitions. രണ്ടാമത്തെ നോക്കുക, ബഹുഭുജങ്ങളുടെ പുറം കോണുകളുടെ തുകയായി കിട്ടുന്ന ശ്രേണി ഒരു സമാന്തര ശ്രേണി ആണോ? It's a sequence of sum of outer angles of a polygon, an arithmetic sequence. ശ്രേണി സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, എല്ലാ ബഹുഭുജങ്ങളുടെയും പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. ശ്രേണി എന്തായിരിക്കും? 360, 360, 360, 360. ഇപ്പോൾ സമൂഹത്തിൽ ത്രികോണായാലും അതിന്റെ എന്താണ്, പുറംകോണുകളുടെ തുക 360 ആണ്. അത് സമചതുരായാലും 360 ആണ്. സമപഞ്ചഭുജ ആയാലും സമഷഡ്ഭുജ ആയാലും എല്ലാത്തിന്റെയും പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ ശ്രേണി എന്ന് പറയുന്നത് 360, 360, 360, 360 ആയി. ഇതും ഒരു സമാന്തര ശ്രേണിയാണ്. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ ഈ കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഒരു സ്ഥിരസംഖ്യയാണ്. നമുക്ക് ഇങ്ങനെ പറയാം, 360ൽ നിന്ന് തുടങ്ങി വീണ്ടും വീണ്ടും 0 കൂട്ടിപ്പോകുന്ന ശ്രേണിയാണ്. അതുകൊണ്ട് ഇതെന്താണ്, ഇതും ഒരു സമാന്തര ശ്രേണി ആണ്. It is an arithmetic sequence
starting from 360 and adding 0 repeatedly again and again. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നേർവരയിലൂടെ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്മേൽ സഞ്ചാരത്തിന്റെ എതിർദിശയിൽ നിശ്ചിത ബലം പ്രയോഗിച്ച് ഓരോ സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കുറയ്ക്കുന്നു. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴുമുള്ള വേഗത്തിന്റെ ശ്രേണി സമാന്തര ശ്രേണിയാണോ? വസ്തു ഇങ്ങനെ എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡിൽ എന്താണ് യാത്ര ചെയ്യാണ്. അതിന്റെ എതിർദിശയിൽ എന്താണ് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കുറയ്ക്കുന്നു. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത്തിന്റെ ശ്രേണി എത്രയാണെന്ന് ചോദിക്കും. നമുക്കറിയാം ആദ്യത്തെ സെക്കൻഡിൽ എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ വരുന്നത് എന്തായിരിക്കും 2 മീറ്റർ പെർ സെക്കൻഡ് കുറയ്ക്കും. വേഗത കുറയ്ക്കുന്നതിന്റെ വേഗത കുറയ്ക്കും. 8 സെക്കൻഡ് ആവും അല്ലെ, 8 മീറ്റർ പെർ സെക്കൻഡ് ആവും. അതേപോലെ അടുത്തൊരു സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും 2 മീറ്റർ പെർ സെക്കൻഡ് വേഗത കുറയും. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ഇതാണ് നമ്മുടെ ശ്രേണി. ശ്രേണി എന്ന് പറയുന്നതായിരിക്കും 10, 8, 6 അങ്ങനെ പോകുന്നതായിരിക്കും ശ്രേണി. ഇതൊരു സമാന്തര ശ്രേണിയാണോ? നമുക്കറിയാം ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ് അല്ലെ. ഇവിടെ 10ൽ നിന്ന് 2 തുടരെ കുറച്ചാണ് നമുക്ക് ശ്രേണി. അല്ലെങ്കിൽ വേറെ വെച്ച് പറയാം, 10ന്റെ കൂടെ -2 കൂട്ടുമ്പോഴാണ് 8 കിട്ടുക. വീണ്ടും 8ന്റെ കൂടെ -2 കൂട്ടുമ്പോഴാണ് 6 കിട്ടുക. 6ന്റെ കൂടെ വീണ്ടും -2 കൂട്ടുമ്പോഴാണ് കൂടെ 4 കിട്ടുക. അപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ് -2 കൂട്ടിയാണ് ശ്രേണിയിലെ പദങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു സമാന്തര ശ്രേണി ആണ്. ഒരു നാലാമത്തെ ചോദ്യമാണ്, 3ന്റെ കൃതികളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ? ഇസ് ദ സീക്വൻസ് ഓഫ് powers of 3 an arithmetic sequence. ശ്രേണി എഴുതാൻ നമുക്കറിയാം 3^1, 3 square, 3^3, etc. 3^4, etc. 3^1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 square, 3 into 3, 9. 3^3, 3 into 3 into 3, 27, etc. ഇവിടെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 9 -3 ഇവിടെ 6 ആണ്. ഡിഫറൻസ് 6 ആണ്. 27 - 9 18 ആണ്. അപ്പോ ഈ ഡിഫറൻസ് ഇവിടുത്തെ ഡിഫറൻസും എന്താണ്? തുല്യമല്ല അല്ലെ. അപ്പൊ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യ അല്ല. ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. The difference between consecutive terms is not the same. Therefore